ഹായ് ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൽ ഇനി വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നാളും വിചാരിച്ച കാര്യങ്ങളല്ല, ഇനി പുതുമയുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. എന്താണെന്നറിയല്ലേ, ഒരു അച്ഛനും അമ്മയ്ക്കും, അതായത് അവിടെ ഗൗതമിന് വലിയൊരു വാശിയാണ്. നന്ദ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനുപരി താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കണം. ആ ഒരു വാശിയാണ് ഗൗതമിന്. ആ വാശി അവസാനം ഗൗതമിനെ ചെന്നെത്തിച്ചത് വലിയൊരു ഊരാക്കുടുക്കിലാണ്. വലിയൊരു ഊരാക്കുടുക്കലല്ല, വലിയൊരു ദുരന്തത്തിലാണ് അവിടെ ഗൗതമിനെ കൊണ്ടെത്തിച്ചത്. ആ ഒരു ദുരന്തം കാരണം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നന്ദു തന്നെയാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗൗതമിൻ്റെ മനസ്സിൽ ഒരുപാട് തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. നന്ദയും നിർമ്മലും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവുമാണ്, സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. നിർമ്മലിൻ്റെ കുഞ്ഞാണ് ഗൗരി. അങ്ങനെ തുടങ്ങി ഒരുപാട് തെറ്റിദ്ധാരണകളാണ് അവിടെ ഗൗതമിൻ്റെ മനസ്സിലുള്ളത്. ആ തെറ്റിദ്ധാരണ തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണവും ഉണ്ടായത്. കാരണം അരുണ് ഗൗതമിനോട് ചോദിച്ചു എന്താണ് സംഭവം, അല്ലെങ്കിൽ നന്ദ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഗൗതമേട്ടൻ നന്ദയിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിർമ്മലിനെ പറ്റിയും നിർമ്മലിനെയും നന്ദയും കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം ഗൗതമ അരുണിനോട് പറയുകയും മാത്രമല്ല നിർമ്മലും നന്ദയും ഇപ്പോൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നുകൂടി അരുണിനോട് പറഞ്ഞപ്പോൾ ഗൗതം വിചാരിക്കുന്നത് പോലെ തന്നെ നന്ദയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ അരുണിൻ്റെ മനസ്സിലും പകർന്നു. ഈ ഒരു പ്രശ്നം സോൾവ് ആക്കുകയും നന്ദയും ഗൗതമിനെയും വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി അരുൺ ശ്രമിക്കുവാണ്. എന്നാൽ ഗൗതമിൻ്റെ മനസ്സിൽ ഉള്ള തെറ്റിദ്ധാരണ, നിർമ്മലിനോടും നന്ദയോടുമുള്ള വാശിയും ദേഷ്യവും എല്ലാം ഗൗതം കാണിക്കുന്നത് നന്ദുവിനോടാണ്. അങ്ങനെ ആ ഒരു വാശിയും ദേഷ്യവും കാരണം നന്ദുവിനെ ഇനി അവിടെ നന്ദയുടെ അടുത്തേക്ക് വിടാൻ പാടില്ല. നന്ദ ഇനി നന്ദുവിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ഇനി മുഴുവനായിട്ടും നന്ദുവിനെ ആ ഒരു റേസിലേക്ക് പങ്കെടുപ്പിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്നത് ഞാനായിരിക്കും. മാത്രമല്ല ഇനി നന്ദയുടെ അടുത്തേക്ക് നന്ദുവിനെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു വാശിയാണ് ഗൗതമിന്. ആ വാശിയിൽ നന്ദു പറയുന്നത് പോലും കേൾക്കാതെ നന്ദുവിനെ ഒരുപാട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. നന്ദുവിന് കാല് വയ്യാപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് മാത്രമേ നന്ദുവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാവൂ എന്ന് കൃത്യമായിട്ട് അറിയാം. എങ്കിലും നന്ദയോടുള്ള വാശി മുഴുവൻ നന്ദുവിനെ താൻ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ഒരു റേസിൽ പങ്കെടുപ്പിക്കുമെന്നുള്ളൊരു വാശിയിൽ ഗൗതം ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടി. അങ്ങനെ നന്ദുവിനോട് ഓടാനായിട്ട് പറഞ്ഞു. ഇത്ര സെക്കൻഡിനകത്ത് വെച്ച് ഓടി വരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ നന്ദു കാലും വെച്ച് പതുക്കെ ഓടി വരുന്ന ടൈമിൽ നന്ദു ചറുക്കി വന്ന് വീഴുകയും നന്ദുവിൻ്റെ കാലിന് വീണ്ടും പരിക്ക് പറ്റുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ടപാടെ തന്നെ പിങ്കി ഓടി വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിങ്കി ഓടി വന്ന് നന്ദുവിനെ പതുക്കെ താങ്ങിയെടുത്തതിന് ശേഷം നന്ദുവിൻ്റെ കാലിന് മരുന്ന് വെച്ച് കൊടുത്തു. അങ്ങനെ നന്ദുവിന് ആ ഒരു വേദന മാറാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷെ അപ്പോഴും പിങ്കി പറയുന്നുണ്ട് ഇത് തെറ്റാണ് ഗൗതം, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നന്ദയുടെ അടുത്തേക്ക് തന്നെ നന്ദുവിനെ പറഞ്ഞയക്കാം, നന്ദ തന്നെ ചികിത്സിക്കട്ടെ എന്നൊക്കെ പിങ്കി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല. ഗൗതമിന് ഒരിക്കലും നന്ദയുടെ അടുത്തേക്ക് ഇനി നന്ദുവിനെ വിടത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഗൗതം. എന്നാൽ ഈ പ്രശ്നം വളരെ രൂക്ഷമായി ഇന്ത്യവരത്തിൽ വലിയൊരു സംസാരങ്ങളുണ്ടായി. അവസാനം നന്ദു പറഞ്ഞു എനിക്ക് ഡോക്ടർ ആൻറ്റിയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് ഡോക്ടർ ആൻറ്റിയെ കാണണം, ഗൗരിയെ കാണണം, എനിക്ക് അവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല. ആ പ്രശ്നം ഇന്ത്യവരത്തിൽ വളരെ വഷളായി. അവസാനം ദേഷ്യം കൊണ്ട് നന്ദു റൂമിൽ പോയി ആ ഒരു വാഷ്റൂമിൽ കയറി കഥ കടച്ചു. എത്ര വാതിൽ തുറക്കാൻ പറഞ്ഞിട്ടും നന്ദു തുറന്നില്ല. പിങ്കി ഒരുപാട് കിടന്ന് പൊട്ടിക്കരഞ്ഞ് വിളിച്ചിട്ട് പോലും നന്ദു തുറക്കാനായിട്ട് തയ്യാറായില്ല. നന്ദുവിൻ്റെ വാശി ജയിക്കുന്നത് വരെ തന്നെ നന്ദു അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഗൗതമിൻ എത്ര പറഞ്ഞിട്ടും ഗൗതം പറയുന്നത് നന്ദയുടെ അടുത്തേക്ക് വിടത്തില്ല എന്ന് തന്നെ ഗൗതം ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിനിടയിൽ നന്ദുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഗൗരി തീരുമാനിച്ചു. ഒരു ബോർഡിൽ ഞാൻ അനാഥനാണ്, എനിക്ക് അമ്മയും അച്ഛനുമില്ല, എൻ്റെ യഥാർത്ഥ അമ്മയും അച്ഛനും ആരാണ് എന്നറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോർഡിൽ ഈ ഒരു നോട്ടീസ് പോലെ
എഴുതിയതിന് ശേഷം അത് നന്ദുവിനെയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കാണിക്കാനും അങ്ങനെ ഈ ഒരു ബോർഡ് കണ്ടിട്ട് നന്ദുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയും അച്ഛനും വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഗൗരിക്ക്. ഇത് കണ്ടിട്ട് നന്ദ തടയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നന്ദ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ഗൗരി തയ്യാറായിരുന്നില്ല. ഗൗരി ഈ ബോർഡും കൊണ്ട് നന്ദുവിനെ വിളിച്ചു. അങ്ങനെ നന്ദുവും ഗൗരിയും കൂടി ഈ ബോർഡും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ വെന്ത് നീർന്നത് ഗൗതമിൻ്റെ ഈ ഒരു വാശിയിൽ വെന്ത് നീർന്നത് പിങ്കിയും മറുസൈഡിൽ നന്ദയും തന്നെയാണ്. എന്നാൽ ഈ ഒരു സംഭവങ്ങൾക്കിടയിലും നിർമ്മലിനെ കണ്ടിട്ട് നിർമ്മലിനോട് കാര്യങ്ങൾ തിരക്കാനായിട്ട് അരുൺ ശ്രമിച്ചു. നിർമ്മലിനോട് കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ ഒന്നും തന്നെ നിർമ്മൽ പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. എന്നാൽ നിർമ്മൽ ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ താൻ ഒരിക്കലും നന്ദയുടെ ഭർത്താവോ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞോ അല്ല ഗൗരി എന്ന് മാത്രമേ നിർമ്മൽ പറഞ്ഞുള്ളൂ. പക്ഷേ അത് ആരുടെ കുഞ്ഞാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്നും പറയാനായിട്ട് നിർമ്മൽ തയ്യാറായില്ല. അത്രത്തോളം നീ ഇനി നന്ദയുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല, നീ ഇനി നന്ദയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അവിടെ അരുണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ഇന്ത്യവരത്തിൽ ഉണ്ടാകാൻ പോകുക? നന്ദുവിന് തൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? നന്ദയുടെ നിരപരാധിത്വം പുറത്തു വരുമോ? സത്യങ്ങൾ എന്താണെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിങ്കിയുടെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.